നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം പഠനം എന്ന സീരീസിലെ 15ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്മുർണയിലെ സഭയ്ക്കുള്ള ദൂതായിരുന്നു പഠന വിഷയം. എന്നാൽ ഈ ക്ലാസ്സിൽ പെർഗമോസിലെ സഭയ്ക്കുള്ള ദൂതാണ് വിഷയം. പെർഗമോസിലെ സഭയിലെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായുത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത് എന്നാണ് 12ാം വാക്യത്തിൻ്റെ വായന. ആർക്കെഴുതി എന്നാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഇനി നീ പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെയാണ് ഈ ചെറു ലേഖനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് സഭയുടെ ദൂതനാണ്. ഇങ്ങനെ 12ാം വാക്യത്തിൽ എഴുതിയിരിക്കുമ്പോൾ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് 17ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ലേഖനം പെർഗമോസിലെ സഭയുടെ ദൂതനുള്ളതായിരുന്നു. അതോടൊപ്പം അത് പെർഗമോസിലെ സഭയ്ക്കുള്ളതായിരുന്നു. മറ്റ് ഏതൊരു സഭയ്ക്കുമുള്ളതാണ്. ചെവിയുള്ള ഏതൊരുവനും ഉള്ളതാണ്. അതുകൊണ്ട് നാം വ്യക്തിപരമായിട്ടും സഭയായിട്ടും ഇത് വായിച്ച് മനസ്സിലാക്കി അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. പെർഗമോസ് ഇപ്പോൾ അറിയപ്പെടുന്നത് ബെർഗാമോ എന്നാണ്. മുസ്യ എന്ന പ്രദേശത്തെ ഒരു വൻ നഗരമായിരുന്നു അത്. അറ്റാലിയൻ രാജാക്കന്മാരുടെ താമസ സ്ഥലമായിരുന്നു അത്. കൈക്കൂസ് നദിയുടെ തീരത്തായി സ്മുർണയ്ക്ക് ഏകദേശം 60 മൈൽ വടക്കായി അത് സ്ഥിതി ചെയ്യുന്നു. ഈ ചെറു ലേഖനത്തിൻ്റെ പശ്ചാത്തലം പറയാം. 1-ാം അധ്യായം 11ാം വാക്യം മുതൽ കാണുന്ന ദർശനത്തിൻ്റെ തുടർച്ചയാണ് ഈ ചെറു ലേഖനം. യോഹന്നാൻ ഇപ്പോഴും കർത്താവിൻ്റെ ആ അതിഗംഭീരമായ ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മുമ്പാകെ പ്രത്യക്ഷനായി നിൽക്കുന്ന കർത്താവിൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഇരുവായുത്തലയുള്ള ഒരു വാൾ തള്ളി നിൽക്കുന്നതായി യോഹന്നാൻ കാണുന്നുണ്ടായിരുന്നു. ആ കാഴ്ചയ്ക്ക് പെർഗമോസിലെ സഭയോടുള്ള ബന്ധത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. സീനായി പർവ്വതത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടെഴുതിക്കൊണ്ടിരുന്ന മോശയെ പോലെ ശ്രദ്ധയോടെ കേട്ടെഴുതിയെടുക്കുകയാണ് യോഹന്നാൻ. എഴുതിയെടുത്ത ശേഷം 7 സഭകൾക്ക് അയച്ചു കൊടുക്കണം എന്നായിരുന്നു കർത്താവിൻ്റെ കൽപ്പന. അതിലേക്ക് താൻ തൻ്റെ പ്രവൃത്തിയെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരുടെ വചനമാണെന്നാണ്. ലേഖനത്തിലെ വചനങ്ങൾ അരുളി ചെയ്തവൻ മൂർച്ചയുള്ള ഇരുവായുത്തലയുള്ള വാൾ, ദ ഷാർപ്പ് ടു എജ്ഡ് സ്വോർഡ് ഉള്ളവനായിരുന്നു. ആരായിരുന്നു അത്? കർത്താവായ യേശു ക്രിസ്തു. ദർശനത്തിൽ തൻ്റെ വായിൽ മൂർച്ചയുള്ള ഇരുവായുത്തല വാൾ ഉണ്ടായിരുന്നു. എന്താണ് ഈ മൂർച്ചയുള്ള ഇരുവായുത്തലയുള്ള വാൾ? ഇംഗ്ലീഷ് തർജ്ജമകൾ പരിശോധിച്ചാൽ ദ ഷാർപ്പ് ടു എജ്ഡ് സ്വോർഡ് എന്നിങ്ങനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത് കാണാം. അതായത് വിശുദ്ധ ബൈബിളിൽ ദ ഷാർപ്പ് ടു എജ്ഡ് സ്വോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നേ ഉള്ളൂ. അതാണ് അത് എന്നാണ് സൂചന. എഫേസ്യർ 6:17 ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനമാണ് ആ ഇരുവായുത്തലയുള്ള വാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ശക്തവും ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും എന്ന് നാം വായിക്കുന്നുണ്ട്. ആകയാൽ ദൈവവചനമാണ് ദ ഷാർപ്പ് ടു എജ്ഡ് സ്വോർഡ്. നമ്മുടെ കർത്താവിൻ്റെ വായിൽ നിന്ന് ദൈവവചനം പുറപ്പെടുന്നു എന്നാണ് ദർശനം നമ്മോട് അറിയിക്കുന്നത്. വെളിപ്പാട് 2:16 ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ആകയാൽ പെർഗമോസിലെ മാനസാന്തരപ്പെടാത്തവരോട് പോരാടുവാനുള്ള കർത്താവിൻ്റെ വാളായിരുന്നു ദൈവവചനം. ഇന്നും കർത്താവ് മാനസാന്തരപ്പെടാത്തവരോട് അതിനാൽ പോരാടുന്നു. വെളിപ്പാട് 19-ാം അധ്യായം അതിൻ്റെ 15ാമത്തെ വാക്യത്തിൽ ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടാത്ത ജാതികളോട് അവർക്കുള്ള ന്യായവിധിയുടെ വർത്തമാനം അറിയിക്കുവാൻ കർത്താവ് വാൾ പോലെ തൻ്റെ വചനം ഉപയോഗിക്കുന്നു. വാൾ കൊണ്ട് വെട്ടിയാൽ എന്തുണ്ടാകും? മരണപ്പെടും. അവർക്ക് മരണത്തിൻ്റെ വർത്തമാനമാണ് ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ വചനം അറിയിക്കുന്നത്. ഇനി കർത്താവ് നിരീക്ഷിച്ച പ്രശംസനീയമായ വസ്തുതകളെ കുറിച്ച് ചിന്തിക്കാം. 13-ാം വാക്യം, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു.
സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസത്തെ നിഷേധിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞിരിക്കുന്നത് നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാണ്. പെർഗമോസ് എങ്ങനെയുള്ള ഒരു സ്ഥലമാണ് എന്നും തൻ്റെ ജനം അവിടെയാണ് പാർക്കുന്നത് എന്നും കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. സാത്താൻ്റെ സിംഹാസനം പെർഗമോസിലായിരുന്നു എന്നാണ് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ജനത്തിന് ഒരുപക്ഷെ അത് അറിയാമായിരുന്നില്ല, അത് കർത്താവ് എഴുതി അറിയിക്കുകയാണ്. പക്ഷെ കർത്താവിന് അത് നന്നായിട്ട് അറിയാമായിരുന്നു. തൻ്റെ ജനം താമസിക്കുന്ന ഇടങ്ങൾ എങ്ങനെയുള്ളവ എന്ന് ഇന്നും കർത്താവ് അറിയുന്നു എന്നത് ആ സ്ഥലങ്ങൾ എത്രമാത്രം ഭീകരമാണെങ്കിലും തൻ്റെ ജനത്തിന് വളരെ ആശ്വാസം പകരുന്ന ഒരു അറിവാണ്. എതിരാളികളുടെ മധ്യേ ജീവിക്കുമ്പോൾ, തീവ്രവാദികളുടെ മധ്യേ ജീവിക്കുമ്പോൾ കർത്താവ് അത് അറിയുന്നു എന്ന് അറിയുന്നത് ഒരു ആശ്വാസമാണ്. ആ സ്ഥലത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നത് അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടം എന്നാണ്. ഈ പ്രസ്താവന സാത്താൻ ഒരു രാജാവാണെന്നും തനിക്ക് ഒരു സിംഹാസനവും രാജ്യവും ഭരണവും ഭരണ സംവിധാനങ്ങളും പോരും പോരാളികളും പോരിൻ ആയുധങ്ങളും പോരിൻ തന്ത്രങ്ങളും എല്ലാം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സാത്താൻ്റെ സിംഹാസനം പെർഗമോസിലായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വർദ്ധിച്ച പെർസിക്യൂഷൻ അഥവാ പീഡിപ്പിക്കൽ അവിടെ ഉണ്ടായിരുന്നു, സഭയ്ക്കുണ്ടായിരുന്നു. ഈ കാരണത്താൽ കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. വിശ്വാസത്തെ വിട്ടുകളയുവാൻ പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഞെരുക്കം അവിടെ സഭയ്ക്കുണ്ടായി. നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. വിശ്വാസത്തെ വിട്ടുകളയുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പീഡനം അവിടെ ഉണ്ടായിരുന്നപ്പോഴും പെർഗമോസിലെ സഭ കർത്താവിൻ്റെ നാമം വിടാതെ മുറുകെ പിടിച്ചിരുന്നു. കർത്താവിൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് കൊല്ലപ്പെട്ട നാളുകളിലും അവർ കർത്താവിൻ്റെ വിശ്വാസത്തെ നിഷേധിച്ചിട്ടില്ലായിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശംസാ വിഷയമായിരുന്നു. വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് എന്ന വർണ്ണന മരണത്തിൻ്റെ മുഖത്ത് പതറാതെ വിശ്വസ്തയോടെ കർത്താവിന് സാക്ഷ്യം വഹിച്ച അന്തിപ്പാസിന്മേൽ കർത്താവ് ചൊരിഞ്ഞ പ്രശംസ ആയിരുന്നു. വധ ഭീഷണിയുടെ മുഖത്ത് പതറാതെ കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ മരണം വരിക്കുന്നത് കർത്താവിനോടുള്ള അചഞ്ചലമായ കൂറിൻ്റെ പ്രകടനമാണ്. കർത്താവ് അതിൽ പ്രസാദിക്കുന്നു. ഇനി കർത്താവ് നിരീക്ഷിച്ച കുറ്റകരമായ വസ്തുതകളെ കുറിച്ച് നോക്കാം. 14-ാം വാക്യം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ആ വാക്യത്തിലെ ആശയം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു വരുന്ന കാലം. അവർ യാത്രാമധ്യേ എരിഹോവിന് സമീപം യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. മോവാബ് രാജാവായ ബാലാക്ക് അത് കേട്ടു. ഇസ്രായേൽ ജനം ലക്ഷക്കണക്കിന് വരുന്ന ഒരു ജനതതി ആയിരുന്നതുകൊണ്ട് അവൻ ഭയപ്പെട്ടു. അതുകൊണ്ട് അവൻ ഇസ്രായേലിനെ ശപിക്കുവാനായി ബിലയാം എന്ന ഒരു പ്രവാചകനെ വിളിച്ചു വരുത്തി. അവന് വളരെ ധനം വാഗ്ദാനം ചെയ്തു. എന്നാൽ ദൈവം അനുഗ്രഹിച്ച തൻ്റെ ജനത്തെ ശപിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് തനിക്ക് വ്യക്തമായപ്പോൾ ബിലയാം എന്ത് ചെയ്തു? ദൈവജനത്തെ വീഴ്ത്തുവാൻ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഉപായമനുസരിച്ച് മോവാബ് രാജാവ് അവരുടെ സ്ത്രീകളെ ഇസ്രായേൽ പുത്രന്മാരുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. അവർ അവരുമായി പരസംഗം എന്ന പാപം ചെയ്തു. മാത്രമല്ല സ്ത്രീകൾ ആ പുരുഷന്മാരെ അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം അവരുമായിട്ട് ചേർന്ന് വിഗ്രഹാർപ്പിതം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ അവർ യഹോവയാം ദൈവത്തെ വിട്ട് ബാൽ പെയോർ എന്ന അന്യ ദൈവത്തോട് ചേർന്നു. അത് നിമിത്തം യഹോവയുടെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. സംഖ്യാപുസ്തകം 25:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ വിവരങ്ങൾ അറിയാം. ആകയാൽ ബിലയാം പറഞ്ഞു കൊടുത്ത ഉപായം ഇതായിരുന്നു: അവർ അന്യ ദൈവാരാധനയായ വിഗ്രഹാരാധന ചെയ്യാത്തിടത്തോളം ദൈവം അവരെ നശിപ്പിക്കുവാൻ സമ്മതിക്കുകയില്ല. ആകയാൽ അവരെ ഉപായത്താൽ ആ പാപം ചെയ്യുമാറാക്കുക. അങ്ങനെ ബാലാക്ക് അവരെ പരസംഗത്തിലൂടെ അന്യ ദൈവാരാധനയിൽ പെടുത്തി ഇസ്രായേൽ ദൈവകോപത്തിന് ഇരയായി. ഉപായത്തിൽ ഇത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്യിച്ച് ദൈവത്തെ വിട്ട് മാറുവാൻ ഇടയാക്കുന്നതിനെയാണ് ഇടറി വീഴുമാറാക്കുക എന്ന് പറയുന്നത്.
അഥവാ ഇടർച്ച വയ്ക്കുക എന്ന് പറയുന്നത്. ബിലയാമിൻ്റെ അതേ മാതൃകയിൽ സഭയിലെ ജനത്തിന് മുമ്പാകെ തടസ്സം വയ്ക്കുവാൻ ശ്രമിക്കുന്നവർ പെർഗമോസിലെ സഭയിലുണ്ടായിരുന്നു. ഇന്നും അനേക ക്രൈസ്തവർക്ക് ഇടർച്ചയായിരിക്കുന്നത് ഇതേ ഉപദേശം തന്നെയാണ്. പല പരമ്പരാഗതമായ പ്രാചീന സഭകളിൽ ഈ ആചാരം കടന്ന് കൂടിയിരിക്കും. ഇനി 15-ാമത്തെ വാക്യത്തിലേക്ക് നോക്കാം. അങ്ങനെ നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. അതിൻ്റെ മറ്റൊരു തർജ്ജമ ഞാൻ വായിക്കാം. ഇങ്ങനെ നിക്കോലായിത്തരുടെ ഉപദേശം മുറുകെ പിടിക്കുന്നവരും അവണ്ണം നിനക്കുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യവേദ പുസ്തകത്തിലെ തർജ്ജമയിൽ അങ്ങനെ എന്ന് ആരംഭിക്കുന്നു, അതൊക്കെയാണ്. എന്നാൽ ഒരു അവണ്ണം എന്നുള്ള വാക്ക് എക്സ്ട്രാ ഈ തർജ്ജമയിൽ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അങ്ങനെ മൂലഭാഷയിൽ ഉള്ളതുകൊണ്ടാണ്. അവണ്ണം എന്ന പദം ഹോമോയിയോസ് എന്ന പദത്തിൻ്റെ തർജ്ജമയാണ്. ഇങ്ങനെ പൊതുവെ ഒരു ട്രാൻസ്ലേഷൻസിലും കാണാറില്ല. എന്നാൽ JNDRBയുടേത് ഒരു അപവാദമാണ്. ഞാൻ JNDRBയുടെ തർജ്ജമ വായിക്കാം. സോ thou also has those who hold the doctrine of Nicolaitans in like manner. സോ എന്ന ആരംഭത്തിലും ഇൻ ലൈക്ക് മാനർ എന്ന അവസാനത്തിലും. അങ്ങനെ 2 ഗ്രീക്ക് പദങ്ങൾ ഉണ്ട്. ഒന്ന് മാത്രമാണ് പൊതുവെ തർജ്ജമ ചെയ്ത് കാണുന്നത്. ഒരുപക്ഷെ തർജ്ജമ ചെയ്തവർക്ക് ഈ 2നും പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്: നിക്കോലാത്യരുടെ ഉപദേശം മുറുകെ പിടിക്കുന്നവർ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാത്യരുടെ ഉപദേശം മുറുകെ പിടിക്കുന്നവർ നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ എഫെസോസിലുള്ളതുപോലെ നിനക്കുണ്ട് എന്നാകുന്നു അർത്ഥം. ഇങ്ങനെ എന്ന പദം ഹൂട്ടോസ് എന്ന പദത്തിൻ്റെ പരിഭാഷയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിക്കോലാത്യരുടെ ഉപദേശം ബാലാമിൻ്റെ ഉപദേശം തന്നെ ആകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തസത്തയിൽ വ്യത്യാസമൊന്നുമില്ലെന്നാണ്. അതായത് ബാലാമിൻ്റെ ഉപദേശം മുറുകെ പിടിക്കുന്നവർ പെർഗാമോസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് നിക്കോലാത്യരുടെ ഉപദേശം മുറുകെ പിടിക്കുന്നവരും പെർഗാമോസിലുണ്ട്. കാരണം അന്തസത്തയിൽ ഒന്നാണ്. ഈ ഉപദേശങ്ങൾ രണ്ടും ഒന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇസബേലിൻ്റെ വഴിയും ഇത് തന്നെയാണ്. ഞാൻ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കമൻറ്റേറ്റർ എഴുതിയിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ വായിക്കാം. This was literally true of the Nicolaitans, who taught most impure doctrines and followed the most lascivious practices. ഈ ഉപദേശങ്ങളുള്ള നമ്മുടെ മനോഭാവം എഫെസോസിലെ സഭയുടെ മനോഭാവമായിരിക്കണം. നിക്കോലാത്യരുടെ പ്രവൃത്തികൾ നീ വെറുക്കുന്നു, അവയെ ഞാനും വെറുക്കുന്നു എന്നാണ് കർത്താവ് അവരോട് പ്രശംസിച്ച് പറഞ്ഞത്. ഇനി ഒടുവിൽ നാം കാണുന്ന പ്രബോധനമാണ്. 16-ാം വാക്യം. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആകയാൽ നീ മാനസാന്തരപ്പെടുക എന്നിങ്ങനെയാണ് വാക്യം ആരംഭിക്കുന്നത്. പെർഗമോസിലെ സഭയിലുള്ളവർ അവരുടെ പരസംഗവും വിഗ്രഹാരാധനയും വിട്ട് തിരിച്ചു വരണം എന്നാണ് പ്രബോധനം. അടുത്തതായിട്ട് മാനസാന്തരപ്പെടാതിരുന്നാലുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കിലേക്ക് വന്ന് എൻ്റെ വായിൽ നിന്നുള്ള വാളാൽ അവരോട് യുദ്ധം ചെയ്യും. കർത്താവിൻ്റെ ഇരുവായത്തലയുള്ള വാളായ വചനം കൊണ്ട് അവരോട് പോരാടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ജയിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? 17-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാതെയും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് എന്തു പറയുന്നു എന്ന് കേട്ടനുസരിക്കുവാൻ എല്ലാവർക്കും വ്യക്തികളായും സഭകളായും ഉത്തരവാദിത്തമുണ്ട്. എങ്കിലും അത് എല്ലാവർക്കും സാധിക്കുകയില്ല. ചെവി എല്ലാവർക്കും ഇല്ലല്ലോ. അതുപോലെ ആത്മാവ് സഭകളോട് എന്തു പറയുന്നു എന്ന് കേട്ട് ഗ്രഹിച്ച് അനുസരിക്കുവാൻ എല്ലാവർക്കും കഴിയുകയില്ല. മോശ എല്ലാ ഇസ്രായേലിനോടും ആവർത്തന പുസ്തകം 29:2 പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്നുവരെ തന്നിട്ടില്ല. ആകയാൽ ആർക്ക് ദൈവം തിരിച്ചറിയുന്ന ഹൃദയവും കേൾക്കുന്ന ചെവിയും കൊടുത്തിട്ടുണ്ടോ അവർ തിരിച്ചറിയട്ടെ, കേട്ടനുസരിക്കട്ടെ എന്നാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്നാണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആരായിരിക്കും ജയിക്കുന്നവൻ? തീർച്ചയായിട്ടും കേൾപ്പാൻ ചെവിയുള്ളവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവൻ തീർച്ചയായും കർത്താവിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെടും. ബാലാമിൻ്റെ അഥവാ നിക്കോലാത്യരുടെ ഉപദേശം വിട്ട് പോരും. അതിന് തക്കവണ്ണം മാനസാന്തരപ്പെടും. അവരാണ് ജയിക്കുന്നവർ.
ദൈവം യഹൂദന്മാരുടെ പിതാക്കന്മാർക്ക് ആകാശത്ത് നിന്ന് മന്ന വർഷിച്ച് നൽകി. അത് ഭക്ഷിച്ചവർ അതിനാൽ ജീവിച്ചു, പിന്നീട് മരിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് കർത്താവ് സ്വയം യോഹന്നാൻ 6:33 പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ആ അപ്പം അഥവാ മന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. കർത്താവാണ് സാക്ഷാൽ മന്ന, കർത്താവാണ് സാക്ഷാൽ അപ്പം. തൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, യോഹന്നാൻ 6:35 പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. കർത്താവ് തന്നെ കുറിച്ചാണ് പറയുന്നത്. താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തത് പോലെയല്ല എന്ന് പറഞ്ഞാൽ, പിതാക്കന്മാർ മന്ന തിന്നുകയും മരിക്കുകയും ചെയ്തു, അതുപോലെയല്ല എൻ്റെ കാര്യം. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ആകയാൽ ജയിക്കുന്നവൻ നിത്യജീവന്റെ അവകാശിയാകുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള ഈ അപ്പം അഥവാ മന്ന കർത്താവായ യേശുക്രിസ്തു തന്നെ. കർത്താവായ യേശുക്രിസ്തു ജയിക്കാത്തവർക്ക് മറക്കപ്പെട്ടാണ് ഇരിക്കുന്നത്. അതെ, അതിവിശുദ്ധ സ്ഥലത്തെ പെട്ടകത്തിലെ കലശത്തിലെ മന്ന പോലെ. എന്നാൽ ജയിക്കുന്നവർക്ക് അത് തിന്നുവാൻ ലഭിക്കും. യേശുവിൻ്റെ ദേഹം എന്ന തിരുശീലയിലൂടെ പ്രതിഷ്ഠിച്ച പുതുവഴിയിലൂടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുന്നവർക്ക് ആ മന്ന ലഭിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം ലഭിക്കും. അത് ഭക്ഷിച്ച് ജീവനുള്ളവരായിത്തീരും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഇതാണ് പിന്നീട് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ജയിക്കുന്നവന് കർത്താവ് കൊടുക്കുവാൻ പോകുന്നവയിൽ ഒന്നാമത്തേത് ഒരു വെളുത്ത കല്ലാണ്. ഒരു വെളുത്ത കല്ല്. കല്ല് എന്ന പദം സെഫോൺ എന്ന പദത്തിൻ്റെ തർജ്ജമയാണ്. അപ്പോസ്തല പ്രവൃത്തി 26:10 ഈ പദത്തെ സമ്മതം എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. സന്ദർഭത്തിൽ അങ്ങനെയാണ് വേണ്ടത്. ആകയാൽ വിധി പുറപ്പെടുവിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നൽകുന്ന സമ്മതത്തിൻ്റെ പ്രതീകമായിരുന്നു ഇത്. കറുത്ത കല്ല് പ്രതികൂലമായ വിധിയെ സൂചിപ്പിക്കുന്നു, വെളുത്ത കല്ല് അനുകൂലമായ വിധിയെയും. ആകയാൽ ഇവിടെ വെളുത്ത കല്ല് ന്യായവിധിയിൽ നിന്നുള്ള രക്ഷയെ സൂചിപ്പിക്കുന്നു. ഇതിന് മുമ്പുള്ള 2 സഭകളിലെ ജയിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്താണെന്ന് നാം ഈ സാഹചര്യത്തിൽ ഓർക്കണം. ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നുവാൻ കൊടുക്കുമെന്നാണ് എഫെസോസിലുള്ളവർക്ക് നൽകിയ വാഗ്ദാനം. അത് നിത്യജീവൻ പ്രാപിക്കുന്നതിൽ കലാശിക്കുന്നു. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്മരണയിലുള്ളവർക്കോ ജയിക്കുന്നവൻ 2ാം മരണത്താൽ ഒരിക്കലും ദോഷമനുഭവിക്കില്ല എന്ന വാഗ്ദാനമായിരുന്നു കൊടുത്തത്. ഇത് ന്യായവിധിയിൽ നിന്നുള്ള രക്ഷയാണ് കാണിക്കുന്നത്. ഫലത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. എന്നാൽ പെർഗമോസിലുള്ളവർക്ക് ഫലത്തിൽ ഒന്നായിരിക്കുന്ന ഇത് രണ്ടുമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം. മറയ്ക്കപ്പെട്ടിരിക്കുന്ന മന്നയിൽ നിന്ന് തിന്നുവാൻ കൊടുക്കും എന്നത് നിത്യജീവന്റെ വാഗ്ദാനം. വെളുത്ത കല്ല് ന്യായവിധി ഉണ്ടാകുകയില്ല എന്നതിൻ്റെ ഉറപ്പും ആണ്. അടുത്തതായി അതിന്മേൽ എഴുതിയിരിക്കുന്ന ഒരു പുതിയ നാമവും അതെന്താണെന്ന് ചിന്തിക്കാം. ഈ നാമം എന്തെന്ന് അത് ലഭിച്ചവനല്ലാതെ ആർക്കും അറിയുവാൻ കഴിയുകയില്ലെന്നും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. ജയിക്കുന്നവന് കർത്താവ് ഒരു നാമം വെളിപ്പെടുത്തി കൊടുക്കുവാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കല്ലിന്മേൽ എഴുതിയിരിക്കുന്നത് അത് പ്രാപിക്കുവാൻ പോകുന്നവൻ്റെ പുതിയ പേരല്ല, നേരെ മറിച്ച് ആ കല്ല് കൊടുക്കുന്നവൻ്റെ പുതിയ പേരാണ്. വെളിപ്പാട് പുസ്തകം 3:12 ജയിക്കുന്നവൻ്റെ മേൽ കർത്താവിൻ്റെ പുതിയ പേരെഴുതും എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് ഓർക്കാം. ആകയാൽ പുതിയ നാമം കർത്താവിൻ്റെ പേര് തന്നെ. ആരുടെ മേൽ കർത്താവിൻ്റെ പേരുണ്ടായിരിക്കുമോ അവൻ കർത്താവിൻ്റെ വക. ആരുടെ മേൽ പുതിയ യെരൂശലേമിൻ്റെ പേരുണ്ടായിരിക്കുമോ അവൻ അതിലെ പൗരൻ. ആരുടെ മേൽ ദൈവത്തിൻ്റെ നാമം ഉണ്ടായിരിക്കുമോ അവൻ ദൈവത്തിൻ്റെ വക. എന്ന പോലെ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പേര് അത് നൽകുന്നവൻ്റെ നാമമാണ്. അവൻ ആ കല്ല് വഴിയായി നൽകുന്ന ഇനി നിനക്ക് ന്യായവിധി ഇല്ല എന്ന ഉറപ്പിൻ്റെ പുറകിലുള്ള വ്യക്തിയുടെ നാമമാണ് ആ കല്ലിന്മേലുള്ളത്. അത് ആ ഉറപ്പിൻ്റെ ആധികാരികതയാണ്. അത് യേശു എന്ന നാമം, വാനിലും ഭൂവിലും മേലായ നാമം, ഏത് മുഴങ്കാലും മടങ്ങിടുന്ന നാമം, ഏത് നാവും കർത്താവെന്ന് ഏറ്റു പറയേണ്ടുന്ന നാമം. അതുകൊണ്ട് നമുക്കവനെ വണങ്ങാം, നമുക്കവനെ സേവിക്കാം, നമുക്കവനെ അനുസരിച്ച് ജീവിക്കാം. അവൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ളവനാണ് അങ്ങുന്ന്. ആമേൻ.